ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു പാൽപ്പത്തിരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കപ്പ് മൈദമാവും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഈ ഒരു 2 കോഴിമുട്ടയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 ഏലക്കായ്. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പത്തിൽ ചുട്ടെടുക്കുമ്പോൾ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 2 ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വെള്ളം ഇതിലേക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് ഞാനിതൊന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഓരോരോ മൈദമാവിൻ്റെ ക്വാളിറ്റി പോലെ ആയിരിക്കും വെള്ളത്തിൻ്റെ അളവും കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനൊന്ന് അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മൈദമാവ് ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മൈദമാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഞങ്ങൾ മൈദമാവിൻ്റെ ഒരു ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ല. അപ്പോൾ അത് ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യുന്നില്ല, ഒരുപാടങ്ങ് കട്ടിയിലും ആക്കുന്നില്ല. ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരച്ച് വെച്ച ആ ഒരു ബാറ്റർ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവിലാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞങ്ങളുടെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്ത ബാറ്റർ കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാറ്റർ കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 5 കോഴിമുട്ടയാണ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 5 എടുത്തെന്ന് വെച്ചാൽ ചെറിയ മുട്ടയായത് കൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 4 മുട്ട മാത്രം എടുത്താൽ മതി. എനിക്കിന്ന് 5 ചെറിയ മുട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ്, അതായത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായി തിളപ്പിച്ചിട്ട് തണിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇതേ അളവിൽ ചേർത്ത് കൊടുത്താലും മതി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര അളവിൽ നിങ്ങൾക്കത് വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അടിച്ചെടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഞാൻ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഈ ദോശ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അടിച്ച് വെച്ചതാണല്ലോ. അപ്പോഴേക്ക് ഞാൻ തവ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുകളിലായിട്ട് ഒരു ഇച്ചിരി ഗീ തടവി കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു അപ്പം, അതായത് ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വേണം ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 തവി മാവാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു തവിയിലുള്ള മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അല്പം വലിയ ദോശയായി പോലെ. ഞങ്ങൾ ചുട്ടെടുക്കുന്ന തയ്യാറാക്കിയിട്ട് എടുക്കുന്ന പാൽപ്പത്തിരിയുടെ പാത്രത്തിൻ്റെ അളവിന് കറക്റ്റായിട്ടായിരിക്കണം ദോശ ചുട്ടെടുക്കേണ്ടത്. അങ്ങനെ ഫസ്റ്റിലെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയുടെ അഴവും അതുപോലെ തന്നെ എത്രത്തോളം തടിപ്പുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്തതും അതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് അടുത്ത ദോശയും അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഗീ ദോശയുടെ മുകളിലായിട്ട് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ചുട്ടെടുത്ത ദോശയാണ്. ഇത് അതിൻ്റെ ആ ഒരു തടിപ്പൊക്കെ അങ്ങനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇതേ രീതിയിൽ തന്നെ മുഴുവനായിട്ടും ദോശ ചുട്ടെടുക്കാം. ഇത് അടുത്ത രണ്ടാമത് ചുട്ടെടുത്ത ദോശയും അതുപോലെ തന്നെ ആദ്യം ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഉണങ്ങിപ്പോകരുത്. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള ദോശ 15 ദോശയാണ്. ആ ഒരു 2 കപ്പ് അളവിലെ മൈദമാവിന് ഈ ഒരു ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. 15 ദോശ കൊണ്ടാണ് ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ദോശ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല നല്ലൊരു സോഫ്റ്റൊക്കെ ഉണ്ടെന്ന്. ഇനി വേണ്ടുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒരു പാത്രമാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കുറച്ച് കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കാഷ്നട്ട്സ് ആദ്യം തന്നെ 2 പീസാക്കിയിട്ടാണ്, ഒരു വലിപ്പമുള്ള കാഷ്നട്ട്സ് ആയതുകൊണ്ട് തന്നെ അതിനൊന്ന് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് റൈസൻസ് എടുത്തിട്ടുണ്ട്, അത് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടില്ല, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളടുത്ത് റൈസൻസ് ബ്ലാക്ക് ഉള്ളതാണെങ്കിൽ അതും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാം. കാരണം റൈസൻസ് ഒക്കെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകില്ലേ. അങ്ങനെ ഇതാ ഈ ഒരു റൈസൻസ് ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാം. ആദ്യം തന്നെ ഞാനിതായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ പരത്തി വെച്ചിട്ടുള്ള ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു പത്തലില്ല, അത് ആദ്യം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാൻ അടിഭാഗത്തൊന്നും അത് ആദ്യം തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററില്ല, അത് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അടിഭാഗത്ത് നിന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് മാത്രമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആകെ 15 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഞാൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ കൂടി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ ആ ഒരു ബാറ്ററില്ല, അത് വീണ്ടും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയർ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററില്ല കുറച്ച് അവിടെ മാറ്റി വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് അവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ഈ ബ്രഷ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു അടപ്പാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പഴയ ഏതെങ്കിലും പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ച ഈ ഒരു പാൽപ്പത്തിരിൻ്റെ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതിയേ. ഇനി നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ട്സും റൈസൻസും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ച കാഷ്നട്ട്സും അതുപോലെ തന്നെ റൈസൻസും ഒക്കെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തിയിലൊന്നും അമർത്തി കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് അടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു പാൽപ്പത്തിരി നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് കുക്കായിനാന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായതെന്ന് വെച്ചാൽ എത്രയും നല്ല രീതിയിൽ ഈ ഒരു പാൽപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം, അതായത് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ എന്താണെന്നറിയില്ല, ക്യാമറ ഓണാവാഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു ലാസ്റ്റ് ഭാഗമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ വല്ലാത്തൊരു വിഷമമായിപ്പോയി. അപ്പോൾ അതൊക്കെ നിങ്ങൾ സഹിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ തന്നെ വിഷമം നിങ്ങൾക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നല്ലേ. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും എനിക്ക്
കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ ഫോട്ടോ തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.